ഹായ് ഫ്രണ്ട്സ്, ചുമ്മാ റൗണ്ടിങ്ങിന് ഇറങ്ങണം. ഫോറസ്റ്റിലായ കാരണം വണ്ടിയൊന്നും വരുമല്ലോ ഇതിന്, കാരണം ധൈര്യമായിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങണം. ഇത് അപ്റ്റൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്, ലഗാർഡ് അപ്റ്റൻ. അപ്റ്റൻ അവിടെ നിന്ന് മുകളിലേക്ക് വേണം. ലഗാർഡ് അപ്റ്റൻ എന്നാണ് വേണ്ടത്. എൻ്റെ ബോസിൻ്റെ വീട് ഏരിയ 20 ഹെക്ടർ ഉണ്ട്. ഹെക്ടറല്ല ഹെക്ടർ. ഇവിടെ ആകെ 5 വീടുള്ളൂ. അതിൽ ഒരു വീട്ടിൽ അവിടെ ആളില്ല, അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാം. പിന്നെ ഈ വീട് ഇത് ഒരാളുടെയാണ്, അത് 140 ഹെക്ടർ ഉണ്ട്. ഞങ്ങൾ ആടിനെ വളർത്തുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. കാണുന്നതാണ് ആടിനെ മേയ്ക്കണതൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ മറ്റേ ഇങ്ങോട്ടൊക്കെ പോണ പോലെ സിറിയയിലേക്കും ഇതിനൊക്കെ ആടിനെ മേയ്ക്കാൻ വേണ്ടി പോയി എന്നൊക്കെ പറയണ്ടേ. ഇത് ആടിനെ മേയ്ക്കണത് ഇവിടെ പട്ടികളാണ്. ഇത് കണ്ടത് ഈ പട്ടിയാണ് ആടിനെ മേയ്ക്കണത്. കണ്ടോ, ഈ പട്ടികളാണ് ആടിനെ മേയ്ക്കണത്. അല്ലാണ്ട് ഇല്ലേ തീവ്രവാദത്തിനും കോപ്പനൊക്കെ പോയിട്ടില്ല. ആടിനെ മേയ്ക്കണമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. ഇതേയുള്ള വീടാണ്. 140 ഹെക്ടർ ഉണ്ട്. ഒരു മല അങ്ങനെ തന്നെ ഉണ്ട്. നമ്മുടെ ഒരു വില്ലേജ്. ഞാനിവിടുത്തെ വില്ലേജിൻ്റെ ചുമതല ഉള്ള ഒരു വീട്ടിലേക്ക് പോകണം. ഇതാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വീട്. ആൾ താമസമൊന്നുമില്ല, ഞങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും നമ്മുടെ അവിടെ വീട് പണിയണത് ഭയങ്കര മോടി പിടിപ്പിച്ചാണ്. ഇത് മോടി പിടിപ്പിച്ചല്ലേ, ഇവിടെ വീടിൻ്റെ അകമാണ് മോടി പിടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. മാനും ആടൊക്കെ ഉണ്ട്. ഇതുണ്ട്, ആടാണ്. പട്ടി ആടിനെ മേയ്ക്കണുണ്ടോ? പട്ടി വന്നു. ആടുള്ളിടത്ത് പട്ടിയുണ്ട്. ഇതൊക്കെ എൻ്റെ ബോസിൻ്റെ സ്ഥലങ്ങളാണ്. അതൊക്കെ ഇപ്പുറത്തെ വശത്തേക്ക് ഇതുണ്ട്, കുറച്ചുണ്ട്. ഇതിൻ്റെ അങ്ങേറ്റത്താണ് വീട്. ഇതിൽ കറങ്ങി തിരിഞ്ഞ് വന്നതുകൊണ്ട് മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ടൂർ ബാച്ചിലേഴ്സിനോ ഫാമിലിക്കോ ഒക്കെ ടൂർ വരാൻ നല്ല രസമുള്ള സ്ഥലമാണ്. മലപ്രദേശമാണ്, നല്ല രസമാണ്. മുയൽ ഇഷ്ടം പോലെ ഉണ്ട്. മുയൽ, പിന്നെ മാനുണ്ട്. അതൊക്കെ വെളുപ്പിന് വന്നാലേ കാണുള്ളൂ. പിന്നെ അല്ലെങ്കിൽ രാത്രി സന്ധ്യ സമയങ്ങളിൽ. ഞാൻ ഇന്നലെ രാത്രി സന്ധ്യക്കൊന്ന് ഇറങ്ങി നോക്കി. അന്നേരം മുയലിനെ കണ്ടു. പക്ഷെ വീഡിയോ പിടിക്കുന്നതിന് മുമ്പ് മുയലിൻ്റെ പാട്ടിന് പോയി. അത്രയും ഏരിയ. ഇതൊന്നും വീടുകളൊന്നുമില്ല, മൊത്തം ഫോറസ്റ്റാണത്. ഫോറസ്റ്റ് പോലെ ഇങ്ങനെ ഇതൊക്കെ ആൾക്കാരുടെ സ്ഥലമാണ്. 5 പേരുടെ സ്ഥലമാണ്. എൻ്റെ ബോസിന് 20 ഹെക്ടർ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ കൂടുതലാണ്. ഇപ്പം ഞാൻ പോണ ആളുടെ ഇവിടുത്തെ ഈ വില്ലേജിൻ്റെ ചുമതല പുള്ളിക്കാരിയാണ്, ഒരു ലേഡിയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. 78 വയസ്സുണ്ട്. അത്രയും ഏജ് ഉണ്ട്. ഒറ്റയ്ക്കാണ് താമസം. ഒരു പട്ടി മാത്രമുണ്ട് കൂട്ടിന് ഈ ഏരിയയിൽ. കണ്ടോ, ഇത് 84 ഹെക്ടർ ഉണ്ടാവും. ഇതാണ് അവരുടെ വീട്. കണ്ടോ, അവർ റിനോ ഡസ്റ്ററിൻ്റെ വണ്ടി കൊണ്ടാണ് നടക്കുന്നത്. 78 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമൊന്നുമല്ല. ഇതൊക്കെ അവരുടെ സ്ഥലമാണ്. ഇതൊക്കെ അവരുടെയാണ്. അപ്പോൾ
ഞാൻ വണ്ടി നിർത്തി. ഇവിടെയാണ് വൈഫൈ ഉള്ളൂ, അതിനു വേണ്ടിയാണ് വന്നത്. ഓക്കെ, ബസ്സിൻ്റെ വണ്ടി ഏരിയ കിടക്കണമുണ്ട്. വനപ്രദേശമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഞാൻ ഇനി വൈഫൈ നെറ്റിൽ കയറിയിട്ട് ഓൺലൈനിൽ വരാം. ഓക്കെ, ബൈ.